കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, തിരുവചനങ്ങൾ 21 മുതൽ. കഫർനാമിൽ സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ പ്രശസ്തി ഗലീലിയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ വചനഭാഗങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും തങ്ങി നിൽക്കുന്നതുമായൊരു കാര്യം കർത്താവിനെ ശ്രവിക്കുന്നതിനെക്കുറിച്ച്, യഥാർത്ഥത്തിൽ ദൈവത്തിന് ചെവി കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, 2014 കേരളത്തെ നടുക്കിയ ഒരു വലിയ കൊലപാതകം, ഒരു ഇരട്ട കൊലപാതകം. ആറ്റിങ്ങൽ 40 വയസ്സുള്ള നിനോ മാത്യു എന്നൊരു വ്യക്തി താൻ ഇഷ്ടപ്പെട്ട, താൻ പ്രേമിച്ച ഒരു വ്യക്തിയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ആ വ്യക്തിയുടെ 3 വയസ്സുള്ള മകളെയും അമ്മായിയമ്മയെയും വീട്ടിൽ കയറി കൊലപ്പെടുത്തി. അതിനുശേഷം കോടതിയിൽ ഈ ഒരു വിചാരണ നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് കോടതിയിൽ സമർപ്പിച്ചത് നിനോ മാത്യുവിൻ്റെ അപ്പൻ എഴുതിയ ഒരു കത്താണ്. കാരണം അപ്പൻ്റെ ഫോൺ ഉപയോഗിച്ചും അശുദ്ധമായൊരു ബന്ധത്തിൽ പല കാര്യങ്ങൾക്കും വേണ്ടി ഈ ഫോൺ ഉപയോഗിച്ചപ്പോഴെല്ലാം അപ്പൻ മകനൊരു കത്തെഴുതിയിട്ട് പറഞ്ഞു, നിന്നെക്കുറിച്ച് വേദനിക്കുന്ന ഒരു ഭാര്യയും ഒരു കുഞ്ഞും നിനക്കുണ്ടല്ലോ, നീ മറ്റൊരു ബന്ധത്തിലാണെന്ന് എനിക്കറിയാം, അത് നല്ലതല്ല. എത്രയും പെട്ടെന്ന് ആ ബന്ധമൊക്കെ അവസാനിപ്പിച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന ഇവരെ നീ പരിപാലിക്കണം, നീ അശുദ്ധമായ കൂട്ടുകെട്ടൊക്കെ വിടണം എന്ന് പറഞ്ഞ് അപ്പൻ തൻ്റെ മകന് ഈ ഒരു കത്തെഴുതുന്നുണ്ട്. ഈ ഒരു വിചാരണ നടക്കുമ്പോൾ കോടതിയിൽ ഒരു പ്രധാന തെളിവായിട്ട് സമർപ്പിച്ചതും ഈ ഒരു കത്താണ്. എന്നിട്ട് ഈ അപ്പൻ കോടതിയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞത് അവൻ കേട്ടില്ല, ഞാൻ പറഞ്ഞത് അവൻ കേട്ടില്ല. അന്ന് പിറ്റേന്ന് ഈ ഒരു വിചാരണയുടെ വിധി വന്ന് 2016 പത്രത്തിൽ ഈ ഒരു കത്തിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ നടനായ മമ്മൂട്ടി ഈ ഒരു അപ്പനെ പ്രശംസിച്ചുകൊണ്ട് എഴുതിയൊരു കാര്യം, മക്കൾ അപ്പന്മാരും അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കണം. ഇങ്ങനെ യഥാർത്ഥത്തിൽ മക്കളെ ശാസിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി നന്നായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ആരെയാണ് കേൾക്കുന്നത്? നമ്മൾ ആരെയാണ് എതിർക്കുന്നത്? അതേ സുവിശേഷത്തിൽ ഈശോയെ കാണുമ്പോൾ ഈ അശുദ്ധാത്മാവ് ബാധിച്ചവൻ അലറുന്നുണ്ട്, നീ ആരാണെന്ന് എനിക്കറിയാം, നസറായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഇതൊരു പക്ഷേ മക്കൾ മാതാപിതാക്കളെ നോക്കി ചോദിക്കുന്നൊരു ചോദ്യം ഇതായിരിക്കും, നിങ്ങൾ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? മാതാപിതാക്കളോടോ അല്ലെങ്കിൽ മുതിർന്നവരോ തങ്ങളെ അതല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ തിരുത്തുന്നവരോട് ചോദിച്ചേക്കാം, നിങ്ങൾ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? പ്രിയമുള്ളവരെ, പലപ്പോഴും ശ്രവിക്കാൻ സന്നദ്ധരാകാതെ തങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് കഠിന ഹൃദയരാക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നാശത്തിൻ്റെയൊക്കെ ആദ്യത്തെ പടി. ഇസ്രായേൽ ജനത്തോട് ദൈവം നൽകുന്ന, മോശം നൽകുന്നൊരു താക്കീതാണ് നമ്മൾ പ്രതിവചന സങ്കീർത്തനത്തിൽ വായിച്ചത്. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ ദൈവത്തിനെതിരെ മറുതലിച്ചു കൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തെ നോക്കി ദൈവത്തിൻ്റെ ഹൃദയം വിലപിക്കുന്നുണ്ട്, വിങ്ങുന്നുണ്ട്. ദൈവം പറയാണ്, നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ദൈവമുള്ളവരെ, എന്നോട് പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കണമെങ്കിൽ ഞാൻ എളിമപ്പെട്ടേ സാധിക്കൂ.
എൻ്റെ അപ്പനും അമ്മയും എന്നോട് പറയുന്ന കാര്യങ്ങൾ എൻ്റെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കി അവർക്ക് ഞാൻ ചെവി കൊടുക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കയറി വരുന്നത്. ഇന്നത്തെ ആദ്യ വായനയിൽ ഇസ്രായേൽ ജനം എപ്പോഴും ഏറ്റവും അധികമായിട്ട് ശ്രവിക്കണം എന്ന് പറഞ്ഞിരുന്നൊരു വ്യക്തി മോശയാണ്. മോശയുടെ അധികാരത്തിൽ ആഴപ്പെടുത്തിയാണ് അവർ അവരുടെ എല്ലാ പ്രബോധനങ്ങളെയും ക്രമപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്നത്തെ വചനത്തിൽ നിയമാവർത്തന പുസ്തകത്തിൽ മോശയോട് പറയുന്നുണ്ട്, മോശയേക്കാൾ അധികാരത്തോടെയുള്ള മറ്റൊരാളെ അയക്കും, അവനെയാണ് നിങ്ങൾ ശ്രവിക്കേണ്ടത്. മിശിഹായെക്കുറിച്ച് നിയമാവർത്തന പുസ്തകത്തിലുള്ള ഒരു പ്രവചനവും പ്രബോധനവുമാണ്. ഒരുവനെ ഞാൻ അയക്കും, അവനെയാണ് നിങ്ങൾ ശ്രവിക്കേണ്ടത്. ഇസ്രായേലിൽ യഹൂദ മതത്തിൽ റബ്ബിമാരൊക്കെ തങ്ങളുടെ പ്രബോധനത്തിൻ്റെ ആധികാരികത ചൂണ്ടിക്കാണിച്ചിരുന്നത് തങ്ങൾ ആരിൽ നിന്നാണ്, ഏത് റബ്ബിയിൽ നിന്നാണ് ഞാനിത് പഠിച്ചത്, ആ റബ്ബി ഏത് റബ്ബിയിൽ നിന്നാണ് ഇത് പഠിച്ചത്. അങ്ങനെ അവരവരുടെ ഓരോരോ പ്രബോധനത്തിൻ്റെ വേര് തപ്പി അവസാനം അവർ അതിൻ്റെ വേര് മോശയിൽ ചെന്നെത്തിക്കും. അവിടെയാണ് അവരുടെ പഠനത്തിനും പ്രബോധനത്തിനും ആധികാരികത വരുന്നത്. ഞാൻ പഠിച്ചത് ഈ റബിയിൽ നിന്നാണ്, ഈ റബി പഠിച്ചത് ഈ റബിയിൽ നിന്നാണ്, അവരങ്ങനെയാണ്. അവസാനം അവർ പറയും അത് അവസാനം ആ വ്യക്തി മോശയുടെ കാലത്തുണ്ടായിരുന്ന മോശയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണിത്. അങ്ങനെ അപ്പോഴാണ് അവരുടെ പ്രബോധനത്തിൻ്റെ ആധികാരികത അവർ ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ വചനം വരുന്നൊരു കാര്യം, നീ യഥാർത്ഥത്തിൽ ശ്രവിക്കേണ്ട വ്യക്തി ആരാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധൻ. സങ്കീർത്തനം 106 നമ്മൾ കാണുന്നൊരു കാര്യം, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധൻ ആരാണ്? നിത്യപുരോഹിതനെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഈശോയെ കാണുന്ന ആ ഒരു അശുദ്ധാത്മാവ് ഈശോയെ തിരിച്ചറിഞ്ഞിട്ട് പറയാണ്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്. യു ആർ ദ ഹയസ്റ്റ് അതോറിറ്റി. ഞാൻ ശ്രവിക്കേണ്ട, ഞാൻ അനുസരിക്കേണ്ട ഏറ്റവും വലിയ അധികാരം എന്ന് പറയുന്നത് കർത്താവാണ് എന്ന് അശുദ്ധാത്മാവ് പോലും തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, അനുസരണം എപ്പോഴും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതിന് നമ്മുടെ അഹങ്കാരവും അഹംഭാവവും ഞാനാണ് ശരിയെന്നും താൻ പോരുമയെല്ലാം മാറ്റിവെച്ച് എളിമപ്പെടാൻ തയ്യാറായാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് കയറി വരാൻ പറ്റൂ. ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയതിൻ്റെ ഏറ്റവും പ്രധാന കാരണവും അനുസരണക്കേടും ധിക്കാരവുമൊക്കെയാണ്. തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുന്ന, തങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയുന്ന, തങ്ങളുടെ സുഖങ്ങൾക്ക് വളം വെച്ചു തരുന്ന, തങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും ന്യായീകരിക്കുന്ന ഒരു ദൈവത്തെ അവർ അന്വേഷിച്ചു. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാതിരുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ തയ്യാറാകാതെ അവർ പറയുന്നത് കേൾക്കുന്ന കാളക്കുട്ടിയെ അവരുണ്ടാക്കി. എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ മഹത്വം ഇസ്രായേൽ ജനത്തെ വിട്ടുപോയി. പ്രിയമുള്ളവരെ, എൻ്റെ ഇഷ്ടത്തിന് സ്തുതി പാടുന്ന, എൻ്റെ ഇഷ്ടത്തിന് താളം തുള്ളുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ അന്വേഷിക്കുന്നത്. പിന്നെയോ യഥാർത്ഥത്തിലുള്ള ദൈവസ്വരത്തെ, യഥാർത്ഥത്തിലുള്ള അധികാരത്തെ ഞാൻ അംഗീകരിക്കുന്നിടത്ത് അതൊരു പക്ഷേ എനിക്കെപ്പോഴും ഇഷ്ടപ്പെടണമെന്നുള്ളതാകണമെന്നില്ല. അതുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുവാനും യഥാർത്ഥ ജീവിതം, ക്രിസ്തീയ വിശ്വാസം ജീവിക്കുവാനും പലർക്കും മടിയുള്ളത്. എല്ലാം തങ്ങളുടെ ഇഷ്ടത്തിന് പോകുന്ന ഒന്നല്ല, പിന്നെയോ തങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ട ഒരു ജീവിതമാർഗം. ആ ദൈവത്തെ തിരിച്ചറിയാനും ദൈവത്തെ അക്നോളജ് ചെയ്യാനും ദൈവത്തെ ശ്രവിക്കുവാനും മടിയുള്ളത് കൊണ്ട് പലരും തങ്ങളുടെ ഇഷ്ടമുള്ള മാർഗത്തിൽ ചരിക്കുന്നു. അതുതന്നെയാണ് പലപ്പോഴും നാശത്തിലേക്ക് നയിക്കുന്നതും. അതുകൊണ്ട് ഇന്നത്തെ വചനഭാഗം നമ്മളോട് പറയുന്നൊരു കാര്യം, ദൈവത്തെ ശ്രവിക്കുവാൻ സന്നദ്ധതയുള്ളവരായിരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ പരാതികളും പരിഭവങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ പറയും. പക്ഷേ പ്രാർത്ഥന എന്നത് ദൈവവുമായിട്ടുള്ള സംഭാഷണമാണെങ്കിൽ ദൈവത്തെ ശ്രവിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? വചനത്തിലൂടെയാണ്, സഭയിലൂടെയാണ്, നമ്മളുടെ അധികാരികളുടെയും മാതാപിതാക്കളിലൂടെയുമാണ്. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ കാത്തിരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കും, വചനം വായിക്കും. വചനത്തിൽ എന്നോട് എന്താണ് പറയുന്നത്? സഭ എന്താണ് പഠിപ്പിക്കുന്നത്? വചനത്തെ അടിസ്ഥാനമാക്കിയും പ്രബോധന അധികാരത്തിലും സഭ പഠിപ്പിക്കുന്നത് എന്താണ്? സഭ അധികാരികൾ പഠിപ്പിക്കുന്നത് എന്താണ്? മാതാപിതാക്കളും ഗുരുഭൂതരും എൻ്റെ അധികാരികളും ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്ന അധികാരികൾ എന്നോട് കൽപ്പിക്കുന്നത് പറയുന്നതും എന്താണ്? ദൈവസന്നദ്ധിയിൽ പ്രിയമുള്ളവരെ, ശ്രവിക്കുവാൻ സന്നദ്ധതയുള്ളൊരു ഹൃദയം നമുക്കുണ്ടാവട്ടെ. രണ്ടാമതായിട്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നു. സുവിശേഷങ്ങളിൽ പലപ്പോഴും ഈശോ കഫർനാമിൽ തങ്ങുന്നത് നമുക്ക് കാണാം. ഈശോയുടെ വീട് നസ്രത്തിലാണെങ്കിലും പലപ്പോഴും ശുശ്രൂഷാപരമായ കാര്യങ്ങൾക്ക് ഈശോ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് കഫർനാമിലാണ്.
കഫർനാമിൽ ഈശോ സ്ഥിരം താമസിച്ചിരുന്ന ഒരു വീടുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പലപ്പോഴും അത് പത്രോസിൻ്റെ വീടാണെന്നൊരു വ്യാഖ്യാനമൊക്കെയുണ്ട്. എങ്ങനെയാണെങ്കിലും സ്വന്തം സ്ഥലത്തു നിന്ന് മാറി ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കഫർനാം. എന്തിനാണ്? തൻ്റെ ശുശ്രൂഷയിൽ പല വിചാരത്തിലേക്കും ഡിസ്ട്രാക്ഷൻസിലേക്കും താൻ പോകാതിരിക്കാൻ വേണ്ടി. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയും അവോയ്ഡ് ചെയ്യേണ്ടത്, ഒഴിവാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസിനെയാണ്. പല വിചാരങ്ങളെയും നമ്മൾക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള, നമ്മൾ മലയാളത്തിൽ ഒറ്റവാക്കി പറഞ്ഞ ശല്യങ്ങളെന്ന് പറയും. ദൈവവുമായിട്ട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ എന്നെ ശല്യപ്പെടുത്തുന്ന, എന്നെ പല വിചാരത്തിൽ അകപ്പെടുത്തുന്ന, എന്നെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന എല്ലാവരെയും അവോയ്ഡ് ചെയ്യാൻ, ഒഴിവാക്കാൻ എനിക്ക് പറ്റും. ഇത് രണ്ടാമത്തെ വായനയിൽ പൗലോസ് ലീഹ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചവരോട് പറയുന്നൊരു കാര്യം ഇതാണ്: നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളുടെ ജീവിതം മുഴുവനും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾ വിവാഹിതരായിരുന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും നിങ്ങൾ കരുതലുള്ളവരായിരിക്കേണ്ടതല്ലേ? അപ്പോൾ ഏറ്റവും മനോഹരം, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആജീവാനന്ദം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ അവിവാഹിതരായിരുന്നാൽ ഏറ്റവും നല്ലതെന്ന് പൗലോസ് ലീഹ പറയുന്നുണ്ട്. അത് വിവാഹം വേണ്ട എന്നല്ല പൗലോസ് ലീഹ പറയുന്നത്. പിന്നെയോ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് നീ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏറ്റവും നല്ലത് മറ്റൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നിന്റെ ജീവിതം പൂർണ്ണമായിട്ടും ദൈവത്തിന് കൊടുക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ വിവാഹിതരാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും നമ്മൾ ആരാണെങ്കിലും ഈശോയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന, ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ചില ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. എന്നെ ഈശോയിൽ നിന്നും അകറ്റുന്ന എൻ്റെ ജീവിതത്തിൻ്റെ പല വിചാരങ്ങളും ഡിസ്ട്രാക്ഷൻസും എന്താണ്? അതൊരു പക്ഷേ ചില വ്യക്തികളും ചില കൂട്ടുകെട്ടുകളുമാകാം, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരായിരിക്കാം, എൻ്റെ ചില ബന്ധങ്ങളായിരിക്കാം, എൻ്റെ ചില ശീലങ്ങളായിരിക്കാം, എൻ്റെ മൊബൈൽ ഫോണായിരിക്കാം, എൻ്റെ ചില താല്പര്യങ്ങളായിരിക്കാം, ഞാൻ സമയം ചെലവഴിക്കാൻ തീരുമാനിക്കുന്ന ചില ഇടങ്ങളായിരിക്കാം. എന്നെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന ഡിസ്ട്രാക്ഷൻസിനോട് നോ പറഞ്ഞില്ലെങ്കിൽ ദൈവത്തെ എൻ്റെ ജീവിതത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് അപഹരിക്കും. ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന എല്ലാ ശല്യങ്ങളോടും പല വിചാരങ്ങളോടും ഞാൻ ഉറച്ച നിലപാടോടെ നോ പറഞ്ഞില്ലെങ്കിൽ കർത്താവിനെ എനിക്ക് നഷ്ടപ്പെട്ടു പോകും. കാരണം പയ്യെ പയ്യെ കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് ഇത്തരത്തിലുള്ള പല വിചാരങ്ങൾ കയ്യേറ്റം നടത്തും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി തിരിച്ചറിയുക, എൻ്റെ ജീവിതത്തിൽ ഈശോയിൽ നിന്നും എന്നെ അകറ്റുന്നത് എന്താണ്? ഒരുപക്ഷെ ഞാൻ തന്നെയായിരിക്കാം, എൻ്റെ അഹങ്കാരമായിരിക്കാം, എൻ്റെ നിലപാടുകളായിരിക്കാം, ഞാനാണ് ശരി എന്ന എൻ്റെ ചിന്തയായിരിക്കാം, എൻ്റെ ഈഗോയായിരിക്കാം. ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുന്നതിനെ നോ പറഞ്ഞ് മാറ്റി നിർത്തുവാൻ എനിക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നൊരു കാര്യം, കർത്താവിനെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു പ്രഖ്യാപനമാണ്. അത് നടത്തുന്നത് അശുദ്ധാത്മാവാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. അവിടെയും കർത്താവിനെ കുറിച്ച് പറയുന്നതും പ്രഘോഷിക്കുന്ന ഒരു അശുദ്ധാത്മാവാണ്. പക്ഷേ കർത്താവിനെ കുറിച്ചുള്ള അറിവ് മാത്രം എന്നെ രക്ഷയിലേക്ക് ആകണമെന്നില്ല. കർത്താവിനെ കുറിച്ച് അറിവുള്ളത് കൊണ്ട് മാത്രം ഞാൻ രക്ഷിക്കപ്പെടണമെന്നില്ല. കർത്താവിനെ കുറിച്ച് അറിവുള്ളവരാകാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് പുസ്തകങ്ങൾ മാത്രം വായിച്ചാൽ മതി. കർത്താവിനെക്കുറിച്ച് അറിവുള്ളവരാകാൻ ഈശോയെക്കുറിച്ച് ഗൂഗിൾ ചെയ്താൽ മതി, ബൈബിൾ വെറുതെ വായിച്ചു വിട്ടാൽ മതി, ചരിത്രങ്ങൾ വായിച്ചാൽ മതി. പക്ഷേ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അശുദ്ധാത്മാക്കൾ പോലും ദൈവത്തെ തിരിച്ചറിയുന്നുണ്ടല്ലോ, പക്ഷെ അവർ രക്ഷപ്പെടുന്നില്ല. അശുദ്ധാത്മാക്കൾ പോലും ദൈവത്തെ തിരിച്ചറിയുന്നുണ്ട്. ഈശോയെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടല്ല ഞാൻ രക്ഷപ്പെടുന്നത്, കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ആഴപ്പെടുമ്പോഴാണ്. ദൈവവുമായിട്ടൊരു ബന്ധമാണ് പ്രധാനം. ജീവിക്കുന്നൊരു ബന്ധവും അതിനോടനുബന്ധിച്ച സമർപ്പണവും പ്രവൃത്തിയും ഒക്കെ ഉള്ളപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ രക്ഷയിലേക്ക് ഞാൻ നയിക്കപ്പെടുന്നത്. അറിവുള്ളത് കൊണ്ട് മാത്രം ആരും രക്ഷപ്പെടുന്നില്ല. അത് ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലാണ് പ്രിയമുള്ളവരെ നമ്മുടെ രക്ഷയുടെ സത്തയിരിക്കുന്നത്. ചിന്തിച്ചു നോക്കുക, ഞാൻ ഈശോയെക്കുറിച്ച് അറിവുള്ളൊരു വ്യക്തി മാത്രമാണ്. ഈശോ ആരെന്ന് എനിക്കറിയാം, ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്കറിയാം, കുറേ വചനങ്ങൾ എനിക്കറിയാം, കുറേ പ്രാർത്ഥനകൾ എനിക്കറിയാം, കുറേ ആചാരങ്ങൾ എനിക്കറിയാം, ഞാൻ പള്ളിയിൽ പോകാറുള്ളതാണ്. അറിവുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. ദൈവവുമായിട്ട് ഹൃദയത്തിൽ നിന്നുള്ളൊരു ബന്ധം ഉണ്ടാകുന്നിടത്താണ് യഥാർത്ഥത്തിൽ എൻ്റെ രക്ഷയിലേക്ക് വഴി തുറക്കുന്നത്. ആ ഒരു യഥാർത്ഥത്തിലുള്ള അധികാരം നമ്മൾ തിരിച്ചറിയേണ്ടത് അങ്ങനെയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ സിനഗോഗിൽ നമ്മൾ കാണുന്നുണ്ട്, പ്രബോധനത്തിൻ്റെ അധികാരത്തെക്കുറിച്ച് അവർ ആശ്ചര്യപ്പെടുക. 2 തരത്തിൽ ഈ അധികാരം നമുക്ക് ലഭിക്കാം.
പ്രബോധനത്തിന് അധികാരം ഒന്നുകിൽ പുസ്തകത്തിൽ നിന്ന് ലഭിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് കിട്ടിയതായിരിക്കാം. ഈശോ എന്താ പറഞ്ഞത്? പിതാവിൽ നിന്ന് ഞാൻ കേട്ടതല്ല ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. യോഹന്നാൻ 15:15. ഞാൻ വായിച്ചറിഞ്ഞതല്ല, പഠിച്ചറിഞ്ഞതല്ല. നമ്മൾ പ്രസംഗം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വചനം വ്യാഖ്യാനിക്കുമ്പോൾ, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രബോധനം തരുമ്പോൾ, പ്രാർത്ഥിച്ചും ദൈവത്തിൽ നിന്നും കിട്ടുന്ന ഒരു വെളിപ്പെടുത്തൽ നിങ്ങളോട് സംസാരിക്കുന്നതും വായിച്ചറിഞ്ഞതും പഠിച്ചറിഞ്ഞതും സംസാരിക്കുന്നതുമായ വ്യത്യാസമുണ്ട്. ദൈവസന്നിധിയിൽ നിന്ന് വരുന്നതിനകത്തുള്ള ആധികാരികത എപ്പോഴും നമുക്ക് വ്യക്തമാണ്. ഇന്നേ ദിവസം ദിവ്യബലിയിൽ പ്രിയമുള്ളവരെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ ആ ഒരു അശുദ്ധാത്മാവ് ഈശോയ്ക്ക് കൊടുത്ത ഒരു സ്തുതി, ഒരു പുകഴ്ത്തലിനെ നിശബ്ദമാക്കിയില്ലേ? എന്തുകൊണ്ടാണ്? അതൊരു ഡിസ്ട്രാക്ഷനാണ്. ആ ചുറ്റുമുള്ളവർക്ക് അനാവശ്യമായ അറിവ് കൊടുക്കുന്ന ഒരു പലവിചാരം, തൻ്റെ ശുശ്രൂഷയിൽ നിന്ന് തന്നെ വ്യതിചലിപ്പിക്കുന്ന അനാവശ്യമായൊരു പുകഴ്ത്തലുകൾ, ചില പുകഴ്ത്തലുകളും ചില സ്തുതിപാടലുകളും ഒക്കെ നമ്മൾക്കും ഇതുപോലെ നിശബ്ദമാക്കേണ്ടതുണ്ട്. കാരണം അതൊക്കെ നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞേക്കാം. രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പ്രത്യേകമായിട്ടും ധ്യാനിക്കാം. ഞാൻ യഥാർത്ഥത്തിൽ ശ്രവിക്കേണ്ടതും ശ്രവിക്കുന്നതും ആരെയാണ്? കർത്താവിനെ ഞാൻ ശ്രവിക്കുന്നുണ്ടോ? കർത്താവ് എന്നോട് സംസാരിക്കുന്ന പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഞാൻ കർത്താവിന് ചെവി കൊടുക്കുകയും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അനുസരണയോട് ദൈവത്തിന് വിധേയപ്പെടുകയും ചെയ്യുന്നുണ്ടോ? സഭാധികാരികളോട്, മാതാപിതാക്കളോട്, ദൈവം എന്നെ വഴി നടത്തുവാൻ എനിക്ക് തന്ന മുതിർന്നവർക്ക് ഞാൻ അനുസരണം കൊടുക്കുന്നുണ്ടോ? അവരെ ഞാൻ ശ്രവിക്കുന്നുണ്ടോ? വചനത്തെ ഞാൻ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അനുസരിക്കുന്നുണ്ടോ? രണ്ടാമതായിട്ട്, ഈശോയോട് ചേർന്ന് നിൽക്കാനും ജീവിക്കാനും എന്നെ തടസ്സപ്പെടുത്തുന്നതിനോടെല്ലാം നോ പറയാൻ എനിക്ക് പറ്റുന്നുണ്ടോ? വ്യക്തികളാണെങ്കിലും വസ്തുക്കളാണെങ്കിലും ശീലങ്ങളാണെങ്കിലും ഈശോയെ സ്നേഹിക്കുന്നതിൽ നിന്നും വിശുദ്ധിയിൽ ജീവിക്കുന്നതിൽ നിന്നും എനിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഡിസ്ട്രാക്ഷൻസിനോട് നോ പറയാൻ എനിക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.